മിഷൻ 25വുമായി ചിന്തൻ ശിബിരിലെ തീരുമാനം നടപ്പാക്കാൻ ഇറങ്ങി പുറപ്പെട്ട കോൺഗ്രസ് ഒരിക്കൽ കൂടി തമ്മിലടിയുടെ പടക്കളമായി മാറുന്നു. സതീശനെ ഇരുട്ടിൻ്റെ സന്തതികൾ എന്ന് വരെ ഒളിയം പെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ജയമടക്കം കോൺഗ്രസിൻ്റെ എല്ലാ ക്രെഡിറ്റും തനിക്കെന്ന ധാരണയുമായി സതീശൻ പടപ്പുറപ്പാട് തുടങ്ങിയതാണ്. അത്രയ്ക്ക് വേണ്ട KPCCയുടെ അധികാരം നടപ്പാക്കാൻ താനുണ്ട് എന്ന വാദവുമായി സുധാകരനും മല്ലയുദ്ധത്തിന് തയ്യാററിയിച്ചു. യോഗങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് കൊതിക്കറിവ് കാട്ടി സതീശൻ നിരാശയും അറിയിക്കുന്നു. ഊതിപ്പെരുപ്പിച്ച സതീശൻ്റെ കാറ്റഴിച്ചേ മടങ്ങൂ എന്ന സന്ദേശവുമായി ചെന്നിത്തലയും അരമുറുക്കി രംഗത്തുണ്ട്. എന്തൊക്കെയാണ് കോൺഗ്രസിൽ നടക്കുന്നത്? മിഷൻ തമ്മിലടിയോ? ചർച്ച ചെയ്യാം. നമ്മുടെ ചർച്ചയെ സമ്പന്നമാക്കുന്ന അതിഥികൾ മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജേക്കബ് ജോർജ്, ഒപ്പം N. ശ്രീകുമാർ, ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ റജി ലൂക്കോസ് എന്നിവരാണ് നമ്മുടെ ചർച്ച സമ്പന്നമാക്കുന്നത്. ആദ്യം ശ്രീ N. ശ്രീകുമാറിലേക്ക്. ശ്രീകുമാർ സാർ, എന്താണ് കോൺഗ്രസിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? വലിയ വിജയവും അതിൻ്റെ ആവേശവും അതുയർത്തിയ പടക്കളവുമായി ഇങ്ങനെ തേരോട്ടം നടത്തുന്നത് ഇതാ നോക്കൂ, അതെല്ലാം വഴിയിൽ വീണു. അല്ല, കോൺഗ്രസ്സിൽ എന്താണിപ്പോൾ നടക്കുന്നതെന്ന് ചോദിച്ചാൽ, കോൺഗ്രസിൻ്റെ യോഗത്തിൽ ചില അഭിപ്രായ ഭിന്നതയുണ്ടെങ്കിൽ ആ അഭിപ്രായ ഭിന്നത പർവ്വതീകരിച്ച് പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതെന്താണ് അവിടെ നടന്നത്, എന്താണ് നേതാക്കൾക്കിടയിലെ ഭിന്നത എന്നതിനെക്കുറിച്ചൊന്നും വ്യക്തമായ വിവരങ്ങൾ വന്നിട്ടില്ലെങ്കിലും നമുക്ക് ആലോചിച്ചാൽ അറിയാം എന്തോ പ്രശ്നങ്ങൾ ആ പാർട്ടിയിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത്. അത് ശ്രീ KPCC പ്രസിഡന്റ് ശ്രീ സുധാകരൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാൻ വിമർശനത്തിന് അതീതനല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിമർശനത്തിന് അതീതനല്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? അദ്ദേഹം വിമർശിക്കപ്പെട്ടു എന്ന് തന്നെയാണ്. അതിലെന്താ തെറ്റുള്ളത്? കാരണം ഒരു രാഷ്ട്രീയ പാർട്ടി പ്രത്യേകിച്ച് ജനഹിതം നല്ലവണ്ണം മനസ്സിലാക്കുകയും ജനഹിതം അനുഭവിക്കുകയും ചെയ്ത ഒരു പാർട്ടിയാണ് UDF, ഒരു മുന്നണിയാണ് UDF. ആ UDFനെ നയിക്കുന്ന കോൺഗ്രസ്സിൽ അവരുടെ സംഘടനാപരമായ ചില പ്രശ്നങ്ങളുണ്ടായി. ആ സംഘടനാപരമായ പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ട് ചേർന്ന യോഗത്തിൽ ഇങ്ങനെ ചില തീരുമാനങ്ങളുണ്ടായി, ഇങ്ങനെ ചില അഭിപ്രായങ്ങളുണ്ടായി. ആ അഭിപ്രായങ്ങൾ ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. കാരണം ഏത് രീതിയിൽ ചർച്ച ചെയ്യാമെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ച് അതിനെ വ്യാഖ്യാനിച്ചെടുക്കാം. അല്ലാണ്ട് അതൊരു കോൺഗ്രസ്സിൽ ഒരു വലിയ എന്തെങ്കിലും ഒരു പരിഹരിക്കാൻ പറ്റാത്തൊരു പ്രശ്നമായി മാറുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങൾക്കറിയാമല്ലോ, പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന് ശേഷം നടത്തിയൊരു പത്രസമ്മേളനത്തിൽ സുധാകരനും സതീശനും തമ്മിലുള്ളൊരു ഭിന്നത പരസ്യമായിട്ട് നമ്മൾ കണ്ടതാണ്. ആദ്യം ആര് സംസാരിക്കണം എന്നതിനെ ചൊല്ലി അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. KPCC പ്രസിഡന്റാണ് ആദ്യം സംസാരിക്കേണ്ടത്. പിന്നെ ആ പ്രശ്നമൊക്കെ തീരുകയും ചെയ്തു. അതുപോലെ അതിനുശേഷമാണ് ലോക്സഭാ ഇലക്ഷനിൽ 18 മണ്ഡലങ്ങൾ കോൺഗ്രസിന് ലഭിച്ചത്. ഇപ്പോഴും അത് തന്നെയാണ് സംഭവിക്കുന്നത്. പാർട്ടിക്കുള്ളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. കോൺഗ്രസ്സിൽ അതൊരു പുതുമയുള്ള കാര്യമല്ല. പക്ഷെ ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം, പുതുമയുള്ള കാര്യമല്ല എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും കോൺഗ്രസ്സിലെ സാധാരണക്കാരായ പ്രവർത്തകർക്ക് അതൃപ്തി ഉണ്ടാക്കുന്ന വിഷയങ്ങളാണ് ഇതെല്ലാം. അത് യാതൊരു തർക്കവുമില്ല. അത് നേതാക്കൾ അത് മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കുന്നതാണ് അവർക്ക് ഭംഗി. അവർക്കൊരു എന്താണ് പറയുക, മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കുന്നതാണ് പാർട്ടിക്ക് നല്ലത്. നേതാക്കൾക്ക് പ്രവർത്തകരുടെ വിശ്വാസ്യത നേടിയെടുക്കാനുള്ള അവസരം നഷ്ടപ്പെടാതിരിക്കാനും അത് കാരണമാകും. ഇതാണ് എനിക്ക് ആദ്യമായിട്ട് അതിനെക്കുറിച്ച് പറയാനുള്ളത്. തീർച്ചയായും. ശ്രീ ജേക്കബ് ജോർജ്, ഈ ആന്റണിയുടെയും കരുണാകരൻ്റെയും കാലത്തുള്ള അടക്കം ഗ്രൂപ്പ് യുദ്ധങ്ങൾ കണ്ടിരുന്ന ഒരു മാധ്യമപ്രവർത്തകനാണ് താങ്കൾ. ശ്രീ ജേക്കബ് ജോർജ്, താങ്കളിലേക്ക് ഞാനെത്താം. ശ്രീ റജി ലൂക്കോസിലേക്ക്, ശ്രീകുമാറിലേക്ക് തന്നെ പോകാം. റജി ലൂക്കോസും ജേക്കബ് ജോർജും തയ്യാറായി വരുന്നതേ ഉള്ളൂ. ശ്രീകുമാർ, അതായത് ഇത്ര നിസ്സാരപ്പെട്ട ഒരു വിഷയമായി ഈ കാര്യങ്ങളെ കാണാനാകുമോ എന്നുള്ളതാണ്. കാരണം നോക്കൂ, ചെന്നിത്തലയെ മാറ്റി ആ നീക്കങ്ങളൊക്കെ നമുക്കറിയാം. ചെന്നിത്തല വളരെ കരഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ നിന്ന്, പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വസതിയിൽ നിന്നൊക്കെ ഇറങ്ങുന്ന ആ ഘട്ടമൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അതിനുശേഷമാണ് സതീശനെ അവിടേക്ക് അവരോധിക്കുന്നത്. സതീശനും സുധാകരനും എത്തിക്കഴിഞ്ഞ് വലിയ തർക്കം ഇവർ തമ്മിൽ ഉണ്ടാവുകയാണ്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ അങ്ങനെ സംസാരിക്കുന്നിടത്ത് പിന്നെ ഒരു തെറിവാക്ക് വന്നു, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിവാദങ്ങൾ അതിനകത്തുണ്ടായി. അതൊന്നുമല്ല, അതിനപ്പുറത്തേക്ക് കാര്യങ്ങളുണ്ട് എന്നതിൻ്റെ സൂചനയാണ് ഇവിടെ പറയുന്നത്. കാരണം KPCC പ്രസിഡന്റ് പറയേണ്ട, ശരിയായിരിക്കാം, ചിന്തൻ ശിബിരിൽ ഇതൊക്കെ അവതരിപ്പിക്കുന്നു, അത് ഓരോ സ്ഥലങ്ങളിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നു, അതുമായി ബന്ധപ്പെട്ട യോഗങ്ങൾ നടക്കുന്നു. ഇതിൻ്റെ വിവരമൊക്കെ സർക്കുലറായി ഇറക്കേണ്ടത് KPCC പ്രസിഡൻ്റാണ്. അതൊരു പ്രാഥമിക സാക്ഷരതയാണ്.
രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെട്ട്. അവിടെയാണ് സതീശൻ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇതൊക്കെ ഇവർക്ക് ബോധ്യമാകുന്നു, അതൃപ്തി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. കേവലം ഇത് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ഊതിപ്പെരിപ്പിച്ചതാണ് എന്ന് കാണാനാകുമോ? അതിനപ്പുറത്തേക്കല്ലേ? അണികൾ ഇതിൽ അസ്വസ്ഥരാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഈ വൈരുദ്ധ്യങ്ങളെ ഇല്ലാതാക്കാനാകില്ല. കാരണം അത്ര കണ്ട് ഘനീഭവിച്ചു പോയിരിക്കുന്നത്. അല്ല, കെ പി സി സിയുടെ ഒരു തീരുമാനത്തിൻ്റെ സർക്കുലർ അയക്കേണ്ടത് കെ പി സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. അതിപ്പോൾ ടി യു രാധാകൃഷ്ണനാണ്. അത് പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിൽ നിന്നും പുറത്ത് അങ്ങനെ ഒരു സർക്കുലർ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് എൻ്റെ അറിവില്ല, എനിക്കറിയില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയാണ് ഇത് പ്രചരിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു അല്ല, അത് സർക്കുലർ സാധാരണഗതിയിൽ സർക്കുലർ ഇറക്കുമ്പോൾ ഡി സി സി പ്രസിഡന്റുമാർക്കും അതുപോലെ പാർട്ടി ഭാരവാഹികൾക്ക് നേരിട്ട് നോട്ടീസായിട്ടാണ് വരിക. അത് വാട്സപ്പിലല്ല വരിക. അത് സർക്കുലറായിട്ട് തന്നെ അതൊരു ലെറ്റർ പാഡിലൊക്കെ വളരെ ഭംഗിയായിട്ടൊക്കെ തന്നെയാണ് വരിക. അതാണ് സർക്കുലർ എന്ന് പറയുന്നത്. വാട്സപ്പിലുള്ള ചില മെസ്സേജസും അറിയിപ്പുകളൊക്കെ അത് ആർക്ക് വേണേൽ കൊടുക്കാൻ കുഴപ്പമില്ല. ഇപ്പോൾ മറ്റേ വയനാട്ടിൽ ചേർന്ന മിഷൻ 25 എന്ന യോഗത്തിന് ശേഷം രാഷ്ട്രീയകാര്യ സമിതിയിലും അതുപോലെയുള്ള മറ്റ് ക്യാമ്പ് എക്സിക്യൂട്ടീവിലും ഒക്കെ നടന്ന ചില സംഭവങ്ങൾ നമ്മൾ ഇന്ന രീതിയിലാണ് കാണേണ്ടത് എന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിൽ നിന്നും വാട്സപ്പ് ഗ്രൂപ്പ് വഴി അദ്ദേഹം ആരെങ്കിലും അറിയിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റൊന്നുമല്ല. പക്ഷേ എങ്ങനെയാണ് ചെന്നിത്തലയും കെ സുധാകരനും കെ മുരളീധരനും ഒക്കെ ഇതിനെതിരെ രംഗത്തെത്തി? ഇരുട്ടിന്റെ ശക്തി എന്ന് പോലും മുരളീധരൻ പറയുന്നു. ഈ വാർത്ത പുറത്ത് ചോർത്തിയത് ഇരുട്ടിന്റെ ശക്തികളാണെന്ന് വരെ മുരളീധരൻ പറയുന്നു. ഞാൻ ശ്രീകുമാർ സാറിലേക്ക് തിരിച്ചെത്താം. ശ്രീ ജേക്കബ് ജോർജ് കൂടി നമ്മുടെ ചർച്ചയിലേക്ക് ചേരുകയാണ്. ശ്രീ ജേക്കബ് ജോർജ്, ഞാൻ പറഞ്ഞു വരികയായിരുന്നു, താങ്കൾ ഉണ്ടെന്ന് വിചാരിച്ച് പറഞ്ഞു തുടങ്ങിയതായിരുന്നു. അതായത് ഈ കരുണാകരൻ്റെയും ആൻ്റണിയുടെയും കാലത്തുള്ള ഗ്രൂപ്പ് പോരുകൾ അടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തനാണ് താങ്കൾ. ഇപ്പോൾ ചെറിയ പുതിയ സംഭവവികാസങ്ങൾ സതീശനുമായി ബന്ധപ്പെട്ട് രൂപപ്പെടുകയാണ്. സതീശനെതിരെ വലിയ പടയൊരുക്കം കെ സുധാകരൻ്റെയും ചെന്നിത്തലയുടെയും കെ മുരളീധരൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ നടക്കുന്നു എന്ന് ബോധ്യമാകുന്ന ചില വാർത്തകൾ. പക്ഷേ അത് ഊതിപ്പെരുപ്പിച്ചതാണ്, അതിനകത്ത് വലിയ കാര്യമില്ല എന്ന അർത്ഥത്തിൽ ലഘൂകരിച്ചാണ് ശ്രീകുമാർ സാർ അതിനെ വിശദീകരിച്ചത്. ശ്രീ ജേക്കബ് ജോർജിന് എന്തു തോന്നുന്നു? അല്ല, ഞാനതിനെ ലഘൂകരിക്കുന്നില്ല. കാരണം വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്, അതിനുശേഷം നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ്, ഈ രണ്ട് തിരഞ്ഞെടുപ്പുകളും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. നിർണായകം എന്ന് പറഞ്ഞാൽ പോരാ, വളരെ 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 നിർണായകമാണ്. ആ രണ്ട് തിരഞ്ഞെടുപ്പുകൾ മുന്നിൽ നിൽക്കുമ്പോഴാണ് ഇതുപോലെയുള്ള സംഘർഷങ്ങൾ പാർട്ടിക്കകത്ത് ഉണ്ടാവുന്നത്. ഇത് പുതുമയുള്ള കാര്യമല്ല എന്ന് പറയാം. അജിംഷാദ് കരുണാകരനും ആൻ്റണിയും തമ്മിലുള്ള പോരിനെ കുറിച്ച് പറഞ്ഞു. ആൻ്റണിയും കരുണാകരനും തമ്മിലുള്ള പോര്, ആ പോരിൽ തന്നെ ഒരു രാഷ്ട്രീയമുണ്ടായിരുന്നു, ആ പോരിനകത്തൊരു രാഷ്ട്രീയ പ്രവർത്തനമുണ്ടായിരുന്നു എന്നാണ് ഞാൻ പലതവണ പല ചാനലുകളിൽ പല സന്ദർഭങ്ങളിലായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതാണ് അതിൻ്റെ പ്രത്യേകത. തിരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്ക് ഇവർ രണ്ടു കൂട്ടരും ഒന്നിച്ചുകൂടി ഈ രണ്ടു കൂട്ടരും നടത്തി വന്ന വിഭാഗീയ പ്രവർത്തനങ്ങളുടെ ആകത്തുക കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും രാഷ്ട്രീയ പ്രവർത്തനമായി മാറുന്നതും അത് കോൺഗ്രസിനെയും യു ഡി എഫിനെയും തിരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് അസാധാരണമല്ല. പക്ഷേ ഇപ്പോൾ ഈ നടക്കുന്നത് ഇതിൻ്റെ അകത്തെ അടിസ്ഥാന കാരണം അജിംഷാദെ മുഖ്യമന്ത്രി സ്ഥാനം തന്നെയാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 18 സീറ്റ് കിട്ടിയ യു ഡി എഫിന് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് നേരെ വെള്ളിപ്പാത്രത്തിൽ ജനങ്ങൾ കയ്യിൽ വെച്ച് തരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതേ പ്രതീക്ഷ കഴിഞ്ഞ 2021 തിരഞ്ഞെടുപ്പിലും ഉണ്ടായിരുന്നു. രമേശ് ചെന്നിത്തലയായിരുന്നു പ്രതിപക്ഷ നേതാവ്. മാണിയോ പോകട്ടെ, പോകുന്നവരൊക്കെ പൊക്കോട്ടെ. അങ്ങനെ മാണിക്കെതിരെ കലാപം ഉയർത്തി കേരള കോൺഗ്രസിനെതിരെ ജോസ് കെ മാണിക്കെതിരെ കലാപം ഉയർത്തി ജോസ് കെ മാണിയെ പുറത്തേ അടിച്ചു. അവസാനം തെരഞ്ഞെടുപ്പ് ഫലം കണ്ടു. അതേപോലെ ഇത്തവണയും എന്ത് വന്നാലും ശരി ജനങ്ങൾ ഞങ്ങളുടെ കൂടെയാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പ്, മുഖ്യമന്ത്രി സ്ഥാനമൊക്കെ ഞങ്ങളുടെ കയ്യിൽ പോരും. അതുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി കടികൂടുന്നവർ വളരെയാണ്. വലിയ 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 നേതാക്കളൊക്കെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒന്നാമനാര് എന്നുള്ളതാണ് പ്രശ്നം.
അതാണ് അജിംഷത്തെ അതാണ് ഈ കാതലായ ചർച്ചയിലെ വിഷയം. പ്രധാന അതാണ് പോയിന്റ്. അടിവരയിടുന്നത്. ആരാണ് ഒന്നാമൻ? കാതലായ വിഷയം അതാണ്. അത് തന്നെയാണ് അടിവരയിട്ട് പറയേണ്ടത്. ആരാണ് ഒന്നാമൻ എന്ന് ചോദിക്കുമ്പോൾ സതീശൻ പറയും ഞാൻ തന്നെയാണ് ഒന്നാമൻ. ഞാൻ സതീശനാണെന്ന് തന്നെയാണ് പറയുക. കാരണം എക്കാലത്തും പ്രതിപക്ഷ നേതാവ് പ്രധാനപ്പെട്ട ആളാണ്, കോൺഗ്രസിലെ ഒന്നാം സ്ഥാനക്കാരനാണ്. മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവാണ്, അടുത്ത മുഖ്യമന്ത്രി ആകേണ്ട ആൾ. UDF ഭരണത്തിൽ വന്നാൽ അടുത്ത മുഖ്യമന്ത്രി ആകേണ്ടത് മറ്റാരുമല്ല KC വേണുഗോപാലോ കെ സുധാകരനോ അല്ല, രമേശ് ചെന്നിത്തലയോ അല്ല. പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെയാണ് മുഖ്യമന്ത്രിയാവേണ്ടത്. പക്ഷേ സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ സമ്മതിക്കില്ല എന്ന് തന്നെയാണ് മറ്റ് പലരുടെയും മനസ്സിലിരിപ്പ്. ഇതിൻ്റെ ആകത്തുക എന്ന് പറഞ്ഞാൽ ഒന്നാമൻ ആര് എന്നുള്ള ചോദ്യത്തിൻ്റെ പിന്നാലെയുള്ള പരക്കം പാച്ചിൽ തന്നെയാണ് ഈ നേതാക്കന്മാർക്കൊക്കെ ഉള്ളത്. ശ്രീ N. ശ്രീകുമാർ, ഇപ്പോൾ ജേക്കബ് ജോർജ് സാർ പറഞ്ഞ കാര്യത്തിൽ വളരെ നിർണായകമായ കാര്യങ്ങളുണ്ട്. കാരണം നമുക്കതിൻ്റെ പിന്നാമ്പുറങ്ങൾ കൂടി ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. നോക്കൂ, ശശി തരൂർ ഒരു ചെറിയ ഘട്ടത്തിൽ ചില ഭീഷണികൾ ഉയർത്തി രംഗത്തെത്തിയപ്പോൾ വളരെ അസഹിഷ്ണുതയോടുകൂടിയാണ് VD സതീശൻ എന്ന് പ്രതികരിച്ചത്. ഊതിപ്പെരിപ്പിച്ച ബലൂണുകൾ എന്ന അർത്ഥത്തിൽ വരെ അദ്ദേഹം പരസ്യമായി പ്രതികരിച്ചു. അതായത് ആ അർത്ഥത്തിലൊരു ഒരു ഇൻടോളറൻസ് എല്ലാ ഘട്ടത്തിലും VD സതീശൻ കാട്ടിയിട്ടുണ്ട്. അതൊരു സിൻഡ്രോമായി ഞാൻ രാഷ്ട്രീയമായി തന്നെയാണ്, വ്യക്തിപരമായേ അല്ല സംസാരിക്കുന്നത്. അപ്പോൾ VD സതീശൻ്റെ ആ ഒരു സിൻഡ്രോം വർക്കൗട്ട് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളിലും. അതിൻ്റെ പരിധികൾ ലംഘിക്കുന്നു. ഇപ്പോൾ ശ്രീ ജേക്കബ് ജോർജ് സാർ പറഞ്ഞു, ശരിയാണ്, പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ സീറ്റ് കിട്ടിയാൽ, വിജയിച്ചാൽ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുന്നു, അതിലുള്ള വിജയം നമുക്ക് നോക്കേണ്ടതുണ്ട്. അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു, അതിലുള്ള വിജയിച്ചാൽ UDF വിജയിച്ചാൽ തീർച്ചയായും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിക്ക് യോഗ്യൻ എന്ന് പൊതുവിൽ നാം പറയുന്ന ധാർമ്മികത ഉയർത്തുന്നത് സതീശനൊപ്പമായിരിക്കും. അതാണ് ശ്രീ ജേക്കബ് ജോർജ് നിരീക്ഷിച്ചത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ സതീശൻ്റെ പ്രവൃത്തിയിലും ഉണ്ടാകുന്നു. കെ സുധാകരൻ ഒരു സിസ്റ്റമാണത്. അദ്ദേഹത്തെ വെട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നു, ചെന്നിത്തലയെ വെട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഒരു ജനാധിപത്യ ആംബിയൻസിൻ്റെ ഭാഗമായി വളർന്നു വരുന്ന ശശി തരൂർ അടക്കമുള്ള കാര്യങ്ങളോട് വളരെ അസഹിഷ്ണുതമായി പെരുമാറുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല ഘടകങ്ങളും ഒരു കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് എന്നതിൻ്റെ പക്വത വിടുന്നുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട്. ഞാൻ താങ്കളിലേക്ക് ഫോർവേഡ് ചെയ്യണത്. ശ്രീ N. ശ്രീകുമാർ. നോക്കൂ അജിംഷാദെ, ഒരു നേതാവിനെ കുറിച്ച് വ്യത്യസ്തമായ വിലയിരുത്തലുകൾ ആർക്കും നടത്താം. അതിലിപ്പോൾ ജോർജ് പറഞ്ഞല്ലോ, തർക്കമുണ്ടല്ലോ രാഷ്ട്രീയത്തിൽ, അതാണല്ലോ. അല്ല, അതായത് രാഷ്ട്രീയ നേതാക്കളെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഒന്നും വ്യക്തിപരമല്ല. ഇപ്പം ഞാൻ ആരെക്കുറിച്ച് ഞാൻ സംസാരിക്കുമ്പോഴും പ്രതിപക്ഷ ബഹുമാനത്തോടെ കൂടിയേ ഞാൻ സംസാരിക്കാറുള്ളൂ. അതായത് ഏത് രാഷ്ട്രീയ നേതാക്കളാണെങ്കിൽ പോലും. അതായത് ഇവിടെ ശ്രീ ജേക്കബ് ജോർജ് ഒരു കാര്യം പറഞ്ഞല്ലോ, ഒന്നാമൻ തർക്കം എന്നുള്ളത്. അത് രാഷ്ട്രീയത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് ഒന്നാമൻ തർക്കം എന്നുള്ളത്. രാഷ്ട്രീയത്തിൽ ഒന്നാമൻ എന്ന് വെച്ചാൽ തുല്യരിൽ ഒന്നാമൻ ആരാണ് എന്നുള്ളതാണ്. അതൊരു പ്രൈമസ് ഇൻട്രപ്പസ് എന്ന് പറയും നമ്മുടെ ഭരണഘടനാ പ്രകാരം. അതായത് തുല്യരിൽ ഒന്നാമൻ ആരാണ്. അപ്പോൾ തുല്യരിൽ ഒന്നാമനാകാനുള്ള തർക്കം സ്വാഭാവികമായിട്ട് ഏത് രാഷ്ട്രീയ കക്ഷിയിലും ഉണ്ടാവും. അത് കോൺഗ്രസ്സിലുണ്ട്, CPM-ലില്ലേ. ഇപ്പം പിണറായി വിജയനും VS അച്യുതാനന്ദനും തമ്മിലുള്ള തർക്കം എന്തായിരുന്നു? പാർട്ടി സെക്രട്ടറി ആണോ ഒന്നാമൻ അതോ മുഖ്യമന്ത്രിയാണോ ഒന്നാമൻ എന്നുള്ള രീതിയിലായിരുന്നില്ലേ? അതെല്ലാ കക്ഷികളിലും വരും. അങ്ങനെയല്ല. അവിടെ ഒരു ചെറിയ പ്രത്യേകതയുണ്ട്. ഇപ്പോൾ നേരത്തെ ശ്രീ ജേക്കബ് ജോർജ് സാർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. കാരണം കരുണാകരൻ്റെയും ആന്റണിയുടെയും ഒക്കെ കാലത്ത് ആ ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾക്ക് ഇറ്റ്സെൽഫ് ഒരു രാഷ്ട്രീയമുണ്ടായിരുന്നു, അതൊരു രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു. ഇവിടെ അത് സംഭവിക്കുന്നില്ല, സങ്കുചിതമാകുന്നു എന്നുള്ളതാണ്. താങ്കൾ ഇപ്പോൾ മറ്റു പാർട്ടികളിലൊക്കെ പറഞ്ഞിരുന്ന കാര്യങ്ങളിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തനമുണ്ട്. അത് മാത്രമല്ല, അവരുടെ പാർട്ടി ആ അർത്ഥത്തിൽ അത് അംഗീകരിച്ചിരുന്നില്ല. അതിനെതിരായ ഒരു സിസ്റ്റം അവിടെ വർക്കൗട്ട് ചെയ്തിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെ ഒന്നുമില്ല. കെ സുധാകരൻ പരസ്യമായി പറയുന്നു, VD സതീശൻ പരസ്യമായി പറയുന്നു, കെ മുരളീധരൻ പരസ്യമായി പറയുന്നു. ഇതൊക്കെ അണികൾ കാണുന്നു. ഇങ്ങനെ ഒരു സംഘർഷമുണ്ട്. എല്ലാ കാലത്തും കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് രാഷ്ട്രീയം അങ്ങനെയാണ്. എങ്കിൽ പോലും അതിന് ചില വ്യക്തിപരമായ മാനങ്ങൾ കൂടി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതായത് നമ്മൾ ഈ അജിംഷാദ് പറയുന്നത് ഞാനും പറയുന്നതൊക്കെ ഫലത്തിലൊന്നു തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ അത് നേതാക്കൾ തമ്മിലുള്ള ഭിന്നത എന്ന് പറയുന്നത് രാഷ്ട്രീയം തന്നെയാണ്, അല്ലാണ്ട് വ്യക്തിപരമല്ല, ഒരിക്കലും വ്യക്തിപരമല്ല. അത് വ്യക്തിപരമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, അത് ഞാൻ വിശദീകരിക്കുന്നില്ലാണ്, നമുക്ക് എല്ലാവർക്കും അനുഭവമുള്ള കാര്യങ്ങളാണ്. പക്ഷേ സാധാരണ രീതിയിൽ ആശയപരമായ ഒരു ഭിന്നത ഇപ്പോൾ ഒരു പാർട്ടിയിലും ഇല്ല.
കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയപരമായ ഭിന്നത 1964 അവസാനിച്ചു. പിന്നെ നക്സൽ പ്രസ്ഥാനങ്ങളോട് അതിനുശേഷം പിന്നെ എം വി രാഘവൻ്റെ കാലത്തും പിന്നീട് RMPയുടെ കാലത്തും ഒക്കെ അത് നമ്മൾ കുറേശ്ശെ കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ. പാർട്ടിക്കുള്ളിൽ പ്രമുഖമായ പാർട്ടിയായി CPM-ൽ ഇപ്പോൾ ആശയഭിന്നത ഉണ്ടെന്നൊന്നും ഞാൻ പറയില്ല. കാരണം അങ്ങോട്ട് ഭിന്നതയേ അതിലില്ല. വ്യക്തിപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ മാത്രമല്ല. അത് ആ പാർട്ടിയിലും കൂടുതൽ ജനാധിപത്യത്തിൻ്റെ വായു കടന്നെത്തിയെന്നാണ് ഞാൻ കരുതുന്നത്. നല്ല കാര്യമാണ്. കരുണാകരൻ്റെയും ആന്റണിയുടെയും കാലത്തുള്ള ഗ്രൂപ്പ് പ്രവർത്തനവും അല്ല ആ കോൺഗ്രസിലേക്ക് തന്നെയാണ് വരുന്നത്. ഞാൻ പറയുമ്പോൾ നമ്മളെല്ലാം താരതമ്യം ചെയ്യണമല്ലോ. അതുകൊണ്ടാണ് ഏകപക്ഷീയമായി പോകേണ്ട. അത് കേൾക്കുന്നവർക്ക് മനസ്സിലാവുമ്പോൾ ചില കാര്യങ്ങൾ ബോധ്യപ്പെടണമല്ലോ. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ ഞാനിതിൽ CPM-നെ വലിച്ചടിക്കുകയൊന്നുമല്ല. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കരുണാകരനും ആന്റണിയും തമ്മിലുള്ള ഗ്രൂപ്പ് കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. കരുണാകരനും ആന്റണിയും തമ്മിലുള്ള ഗ്രൂപ്പും ഉമ്മൻചാണ്ടിയുടെ ആ ഒരു പക്ഷവും അതൊക്കെ ചർച്ചാ വിഷയമായതാണ്. അതുപോലത്തെ ഗ്രൂപ്പ് ഇപ്പോൾ കോൺഗ്രസിലില്ല. അത് സത്യമാണ്. കോൺഗ്രസിൽ ആന്റണി കരുണാകരൻ ഗ്രൂപ്പ് പോലെയോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി അതിനുശേഷം വന്ന ഉമ്മൻചാണ്ടി കരുണാകരൻ ഗ്രൂപ്പ് പോലെയോ ഒന്നും ഇപ്പോൾ കോൺഗ്രസിൽ ഗ്രൂപ്പില്ല. കോൺഗ്രസിൽ ഇപ്പോൾ ഉള്ള ഗ്രൂപ്പ് എന്ന് പറയുന്നത് അവനവനിസത്തിലേക്ക് മാറി. അവനവൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഗ്രൂപ്പ്. കാരണം വെച്ചാൽ പഴയ പോലെ ആ ഒരു ആന്റണി കരുണാകരൻ ഉമ്മൻചാണ്ടി വിഭാഗം ഉണ്ടാക്കിയിട്ടുള്ള ഗ്രൂപ്പ് പ്രവർത്തനത്തിലേക്ക് ഇപ്പോഴത്തെ കോൺഗ്രസ്കാരെ കിട്ടില്ല എന്ന് പറയാൻ കാരണം അതിൽ വേറെ ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. കാരണം ആ നേതാക്കൾ വളർന്നു വന്ന സാഹചര്യവും അവരുണ്ടാക്കിയെടുത്തൊരു മറ്റേ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കെതിരെ പോരാടി ഉണ്ടാക്കിയെടുത്തൊരു നേതൃത്വം അതൊക്കെ നിസ്സാര കാര്യമല്ല. ഇപ്പം അതല്ല. ഇപ്പം അങ്ങനെയൊന്നും ഇല്ലല്ലോ. രാഷ്ട്രീയ കക്ഷികൾക്കിടയിൽ ഇപ്പോൾ സൗഹൃദം കൂടി വരികയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് നേതാക്കൾക്കിടയിൽ അവർക്കിടയിലുള്ള ചില ഭിന്നതകൾ, അവർക്കിടയിലുള്ള ചില മുരളീധരന്റെ റോള് കൂടി നമുക്ക് ഇവിടെ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. നമുക്കറിയാം ശേഷം കെ മുരളീധരൻ വളരെ അസ്വസ്ഥനാണ്. എല്ലാ ജില്ലകളിലും കെ മുരളി അതായത് തോറ്റൊരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നു. ഒരു വലിയ സഹതാപത്തിൻ്റെ തരംഗം അദ്ദേഹത്തിന് അനുകൂലമായി കോൺഗ്രസ് അണികളിൽ രൂപപ്പെടുന്നു. ഒരു തോറ്റ സ്ഥാനാർത്ഥിക്ക് വേണ്ടി അതിൻ്റെ ഗുട്ടൻസ് എന്താണെന്ന് വേറൊരർത്ഥത്തിൽ എനിക്ക് മനസ്സിലാകുന്നില്ല. സ്വാഭാവിക അർത്ഥത്തിൽ മനസ്സിലാകുന്നുണ്ടെങ്കിൽ പോലും ഇവിടെ കെ മുരളീധരൻ്റെ റോള് നോക്കൂ. ഇരുട്ടിൻ്റെ ശക്തികളാണ് ഇത്തരത്തിൽ പാർട്ടിക്കുള്ളിൽ നടന്ന കാര്യങ്ങളെ ചോർത്തി പുറത്തേക്ക് വിട്ടത്. സതീശനെ തന്നെയാണ് ഒളിയമ്പെയ്യുന്നത്. നേരത്തെ കെ സുധാകരൻ അനുകൂലമായി പല പ്രസ്താവനകളും കെ മുരളീധരൻ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു രാഷ്ട്രീയ സമവാക്യങ്ങൾ എങ്ങനെയാണ് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ശ്രീ ജേക്കബ് ജോർജ്? അല്ല, തൃശ്ശൂരിലെ അദ്ദേഹത്തിൻ്റെ പരാജയം മാത്രമല്ല, അത് വളരെ ദയനീയമായ പരാജയം കൂടിയായിപ്പോയി. അത് കോൺഗ്രസ് വോട്ടുകൾ വ്യാപകമായിട്ട് തന്നെ BJP സ്ഥാനാർത്ഥിക്ക് പോയി. അതാണ് അതിൻ്റെ സത്യം. നമ്മളതേക്കുറിച്ച് കൂടുതൽ തർക്കിച്ചിട്ടോ തല പുകഞ്ഞിട്ടോ കാര്യമൊന്നുമില്ല. പക്ഷേ അത് കെ മുരളീധരന് സഹിക്കാവുന്നതിലും അപ്പുറത്തെ ഒരു ഷോക്കാണ് അതിപ്പോഴും അദ്ദേഹത്തിനുണ്ടത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പാർട്ടിയുടെ സജീവമായ നേതൃയോഗങ്ങളിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്നു. അതേസമയം സജീവമായിട്ട് തന്നെ പാർട്ടിയിലെ ചേരിതിരിവിൽ ഒക്കെ പങ്കെടുത്ത് വർത്തമാനം പറയുകയും ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഞാനീ പറഞ്ഞതുപോലെ അദ്ദേഹത്തിനും രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. അദ്ദേഹവും കെ മുരളീധരനും കേരള രാഷ്ട്രീയത്തിൽ ഒരു താഴെ നിന്ന് വളർന്ന് വലുതായ ഒരു നേതാവ് തന്നെയാണ്. ഒരു നേതാവ് എന്ന നിലയ്ക്ക്, പാർലമെൻറ്റ് അംഗം എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ പലയിടത്തും പലപ്പോഴും അദ്ദേഹത്തെ തഴയുന്ന ഒരു രീതിയും നിലപാടും പല നേതാക്കന്മാരും പല ഗ്രൂപ്പുകളും എടുത്തിട്ടുമുണ്ട്. അതിനൊക്കെ ഒരു പക്ഷേ എതിരായിട്ട് നിൽക്കുകയായിരിക്കാം ഒരു സ്വന്തം അജിംഷാദെ. ഇന്നത്തെ വിഷയം കേരളത്തിൽ കോൺഗ്രസിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ കോൺഗ്രസിനകത്തൊരു സ്ഥാനം വേണമെങ്കിൽ ഒരു നിലപാട് വേണം. ആ നിലപാട് ഇതുപോലെയുള്ള പ്രസ്താവനകളിൽ കൂടി മാത്രമേ പുറത്തു വരികയുള്ളൂ. ഇതുപോലെയുള്ള ഈ പ്രസ്താവനകൾ എന്ന് പറഞ്ഞാൽ സ്വന്തം നിലപാടിലേക്ക് വിരൽ ചൂണ്ടുന്ന ഘടകങ്ങളാണ്. ആ ഘടകങ്ങളിലൂടെയാണ് ഒരാൾ, സ്വന്തം നിലപാടിലൂടെയാണ് ഒരാൾ നേതാവാകുന്നത്. അങ്ങനെ നേതാവാകാനുള്ള ഒരു പുതിയ കേരളത്തിലെ കോൺഗ്രസിൽ ഒരു സ്പേസ് ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് കെ മുരളീധരൻ എന്ന് വേണം ഇതിനെ കാണാൻ എന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായും. കാരണം അദ്ദേഹം ആണയിട്ട് പറഞ്ഞു ഇനി പഴയ DIC കാലത്തേക്ക് ഒരിക്കൽ പോലും കോൺഗ്രസിൽ നിന്ന് അടിച്ച് പുറത്താക്കിയാൽ പോലും പോകില്ല എന്നൊക്കെ ഒരു ഘട്ടത്തിൽ പറഞ്ഞത് ശരിയാണ്. ഞാൻ തീർച്ചയായും കൂടുതൽ വിശകലനങ്ങളിലേക്ക് തന്നെ ഇതിൻ്റെ അർത്ഥത്തിൽ പശ്ചാത്തലത്തിൽ വരേണ്ടതുണ്ട്. തീർച്ചയായും ചർച്ച തുടരുമ്പോൾ ശ്രീകുമാർ സാർ തുടരണം. ശ്രീ ജേക്കബ് ജോർജ്, ഏറ്റവും പ്രധാനപ്പെട്ടൊരു വസ്തുത എന്ന് പറയുന്നത്
ഈ വയനാട്ടിൽ ചേർന്ന യോഗത്തിൻ്റെ തുടർച്ചയായി കോൺഗ്രസ് പാർട്ടിയെ ഉള്ളിൽ നിന്ന് ശക്തമാക്കാനുള്ള തീരുമാനങ്ങൾക്കാണ് ഈ ഉന്നത നേതാക്കൾ തമ്മിലടിക്കുന്നതെന്ന് ആലോചിക്കണം. അതിൻ്റെ ഗ്രാവിറ്റി അത്ര കണ്ട് വലുതാണ് ശ്രീ ജേക്കബ് ജോർജ്. അതെ അതെ, ശ്രീകുമാർ പിന്നെ ഒരു കാര്യമുള്ള അജിംഷത്തെ, ശ്രീകുമാർ വളരെ സൗമ്യമായിട്ട് തന്നെ വർത്തമാനം പറയുന്ന ആളാണ്. ചാനൽ ചർച്ചകളിൽ സൗമ്യതയുടെ മുഖം തന്നെയാണ് ശ്രീകുമാർ. ഞങ്ങൾ പഴയ ഒരേ തലമുറയിൽ പക്ഷേ കയ്യിലൊരു അമ്പുണ്ട്, സൗമ്യതയുടെ ഇടയിൽ ഒരു കുത്തുണ്ട്. അത് വേണമല്ലോ, ഇടയ്ക്കൊക്കെ ഇച്ചിരി അമ്പുകൾ പ്രയോഗിക്കണം. ഞാൻ പറയുന്നത്, വയനാട് ചുരം ഇറങ്ങിയപ്പോഴത്തേക്ക് ഇന്ന് പത്രങ്ങളിലൊക്കെ തിലക്കിട്ടതാണ്, എല്ലാം പോയി, എല്ലാം തീർന്നു എന്നൊക്കെ പറയുന്ന പ്രധാനപ്പെട്ട പത്രങ്ങളിൽ തന്നെ അതുപോലെയുള്ള ചർച്ചകളിൽ റിപ്പോർട്ടുകൾ വന്നു. അത് സ്വാഭാവികമായിട്ടും അതാണ് കേരളത്തിലെ കോൺഗ്രസിനെ മാധ്യമങ്ങൾ അത്രയ്ക്ക് ശ്രദ്ധിക്കുകയും കരുതുകയും ചെയ്യുന്നുണ്ടെന്നാണ് ശ്രീകുമാറെ അതിനർത്ഥം. അതും കൂടി നോക്കണം. ഞാൻ പറയുന്നത് ഇത് ആരാണ് നേതൃത്വം കൊടുക്കേണ്ടത്? കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കെ സുധാകരൻ KPCC അധ്യക്ഷനെ മാറ്റി നിർത്തിയിട്ട് അദ്ദേഹം കണ്ണൂർ സ്ഥാനാർത്ഥിയായിട്ട് പോയി. MM ഹസനെ ചുമതലയേൽപ്പിച്ചു. പക്ഷേ ഓടി നടന്ന് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പറഞ്ഞതും പ്രസംഗിച്ചതും രാഷ്ട്രീയം പറഞ്ഞതും പ്രയോഗിച്ചതും സതീശനാണ്, VD സതീശൻ തന്നെയാണ്, സംശയമില്ല. നേതൃത്വം അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെയായിരുന്നു. എനിക്കതാണ് പറയാനുള്ളത്. പ്രതിപക്ഷ നേതാവിന് തന്നെയാണ് ഒരു രാഷ്ട്രീയത്തിൽ പ്രധാനപ്പെട്ട നേതൃത്വം എന്ന് പറയുന്നത്. പിന്നെ ശ്രീകുമാർ പറഞ്ഞത് ജനങ്ങളുടെ പാർട്ടിയാണ്. ശരിയാണ്, ജനങ്ങളുടെ പാർട്ടിയാണ്. പക്ഷേ നേതാവ് വിഷയമാണ് ശ്രീകുമാർ, നേതാവ് വിഷയമാണ്. AK ആൻ്റണി, അതിനു മുമ്പ് CK ശിവൻ, R ശങ്കർ, PT ചാക്കോ തുടങ്ങിയ എത്ര മഹാരഥന്മാരായിരുന്നു കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ. ആൻ്റണി, ഉമ്മൻചാണ്ടി, PC ചാക്കോ, BM സുധീരൻ, K കരുണാകരൻ, അതുപോലെയുള്ള എത്രയെത്ര നേതാക്കളാണ് കോൺഗ്രസിൻ്റെ കൈത്താങ്ങായിട്ട് നിന്നത്. അവരൊക്കെ വലിയ നേതാക്കന്മാരായിട്ട് ഉയർന്നത് കോൺഗ്രസിലൂടെ. അതും കൂടെ ശ്രദ്ധിക്കണം. അങ്ങനെ നേതാവ് പോരാ, നേതാക്കൾ തന്നെ വേണം. ആ നേതാക്കൾക്ക് ഒരു ഓർഡർ വേണം, ഒരു പെക്കിംഗ് ഓർഡർ എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയും, അതും വേണം. സ്വാഭാവികമായിട്ടും അതില്ലാത്തതാണ് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ പരാധീനത എന്നാണ് ഞാൻ പറയുന്നത്. ശ്രീ ജേക്കബ് ജോർജ്, അതായത് പാർട്ടി തലത്തിലും പാർലമെൻ്ററി തലത്തിലും അത്തരത്തിൽ പ്രമുഖർ കോൺഗ്രസിനുണ്ടായിരുന്നു. പക്ഷേ നോക്കൂ, പരസ്യമായും തർക്കം പ്രതിഫലിച്ചിട്ടുണ്ട്. കാരണം കരുണാകരനൊക്കെ വരുന്ന ഘട്ടത്തിൽ ചാരനെന്ന് പോലും വിളിച്ച് അദ്ദേഹത്തെ കൂക്കി വിളിച്ചു. ജനങ്ങളുടെ കൂക്കുവിളി കേൾക്കാനാകാത്തവർ ഭരണത്തിൽ തുടരരുത് എന്നൊക്കെ വരെ പല പ്രമുഖ നേതാക്കന്മാരും പ്രസംഗിച്ചതൊക്കെ നമുക്കറിയാം. അതൊക്കെ കാലത്തിൻ്റെ തിരിച്ചടിയായി പിന്നീട് വരികയും ചെയ്തു. പക്ഷേ ഞാൻ ചോദിക്കുന്ന അങ്ങനല്ല. ഒരു മേശപ്പുറത്ത് ഇരിക്കുന്ന മൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റ് തള്ളുകയാണ്. അതിനുശേഷം താമസിച്ച് വരുന്നു എന്ന് പറയുമ്പോൾ വായിൽ നിന്ന് ചില പദങ്ങൾ വരുന്നു, അത് വലിയ വിവാദമാകുന്നു. ഇതൊക്കെ കോൺഗ്രസിൻ്റെ അണികൾ കാണുകയല്ലേ? ഇങ്ങനെയാണോ ഒരു ആരോഗ്യപരമായ തർക്കം എന്ന് പറയുന്നത്? ജേക്കബ് ജോർജ്, അത് തന്നെയാണ് പ്രശ്നം. ഗ്രൂപ്പ് രാഷ്ട്രീയം മറന്ന് നേതാക്കൾ തമ്മിലുള്ള വ്യക്തിപരമായ അക്രമത്തിലേക്ക് കാര്യങ്ങൾ തിരിയുകയാണ്. ഇത് കോൺഗ്രസിനെ സംബന്ധിച്ച്, അത് സമുന്നതരായ നേതാക്കൾ തമ്മിൽ ഇതുപോലെ ആശയപ്പിണക്കം ഉണ്ടാകുമ്പോൾ, അത് ഏറ്റുമുട്ടിലേക്ക് കടക്കുമ്പോൾ, അത് മനസ്സിൽ മാത്രം സൂക്ഷിക്കുന്ന വൈരുദ്ധ്യമാണെങ്കിൽ പോലും, വിരോധമാണെങ്കിൽ പോലും ജനങ്ങളതറിയും. കാരണം അണികൾ ഇവരോടൊപ്പമുള്ളതാണ്. അവരുടെ വാക്കിലും നോക്കിലുമൊക്കെ ഈ ദേഷ്യവും വിദ്വേഷവും ഒക്കെ കാണും. സ്വാഭാവികമായിട്ട് ഇതൊന്നും ഒളിച്ചു വയ്ക്കാൻ പറ്റില്ല. ഇത് അപകടം തന്നെയാണ്, യാതൊരു സംശയവുമില്ല. തീർച്ചയായും. ശ്രീ റജി ലൂക്കോസ് കൂടി ഈ ഘട്ടത്തിൽ. ശ്രീ റജി ലൂക്കോസ്, അതായത് ശ്രീകുമാർ സാർ പറയുന്ന ഒരു കാര്യം വളരെ ശരിയാണ്. കാരണം എല്ലാ കാലത്തും കോൺഗ്രസ്സിൽ ഇത്തരത്തിൽ ആഭ്യന്തരമായ തർക്കമുണ്ടായിട്ടുണ്ട്. പോസ്റ്റർ ഒട്ടിച്ചത് വലിച്ചു കീറിയിട്ട് പിന്നീട് പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും ആ സ്ഥാനാർത്ഥികൾ ജയിച്ചിട്ടുണ്ട് കരുണാകരൻ്റെ ഒക്കെ കാലത്ത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല തർക്കങ്ങളും കോൺഗ്രസ്സിന് കൂടുതൽ ബൂസ്റ്റ് നൽകുന്നതാണ്, കൂടുതൽ ഊർജം നൽകുന്നതാണ്. അതിനപ്പുറത്തേക്ക് കോൺഗ്രസിൻ്റെ ഈ വിഷയങ്ങളെ കാണേണ്ടതില്ല. സമകാലികമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ നിങ്ങൾ പെരുപ്പിച്ച് കാണിക്കുന്ന പോലെയല്ല. കാരണം നിങ്ങളുടെ ഒന്നും പാർട്ടിയോ പ്രസ്ഥാനമോ പോലെയല്ല ഇത്. അങ്ങനെ ഒരു കേഡർ സംവിധാനമല്ല. ഇതാണ് അതിൻ്റെ പ്രൊഫഷണലിസം എന്ന് പറയുന്നത് പോലെ
ആ പരിമിതിയെയാണ് അവർ കാണുന്നത്. ഇത് കണ്ടിട്ട് നിങ്ങൾ വെള്ളം വാങ്ങേണ്ട എന്നാണ് അദ്ദേഹം പറയുന്നത്. ജിംഷാദെ, പ്രിയപ്പെട്ട ശ്രീമാർ സാറ്, അങ്ങനെ അദ്ദേഹത്തിന് പറയാൻ പറ്റത്തുള്ളൂ. കരുണാകരന്റെയും പിന്നെ കേരളയുടെയും കാലത്തുണ്ടായിരുന്ന പോലുള്ള അല്ല. ഒരുപാട് വെള്ളം പിന്നെ അതിൽ നിന്നതിന് ശേഷം ഒഴുകിപ്പോയിട്ടുണ്ട്. ഇവിടെ വളരെ പിന്നെ പ്രത്യേകമായിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ട രണ്ട് വസ്തുതകളുണ്ട്. ഒന്ന്, KPCC പ്രസിഡന്റ് കെ സുധാകരൻ അദ്ദേഹത്തിനെ നിർബന്ധിച്ച് കണ്ണൂർ നിർത്തുന്നു. അദ്ദേഹത്തിന് KPCC പ്രസിഡന്റ് സ്ഥാനത്ത് ഒഴിവാക്കി യാദൃശ്യമായിട്ട് അങ്ങനെ ജയിച്ചാൽ ഡൽഹിക്ക് കണ്ടു കിട്ടാനായിട്ടുള്ള ഒരു കുതന്ത്രമായിരുന്നു അതിന് പിന്നിലുണ്ടായിരുന്നത്. അദ്ദേഹം അന്ന് ഈ KPCCയുടെ പിന്നെ ഭാരവാഹികളിൽപ്പെട്ട കുറെ ആളുകളും VD സതീശന്റെ നേതൃത്വത്തിൽ AICCയിൽ ആവശ്യപ്പെട്ടു ഇദ്ദേഹത്തിനെ കൗണ്ടിങ് വരെ ഇദ്ദേഹത്തിനെ തിരിച്ചെടുക്കരുത്, MMS തുടരട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ കെ സുധാകരൻ പിന്നെ ഡൽഹിയിൽ പോയി സമ്മർദ്ദം ചെലുത്തി പിന്നെ അദ്ദേഹം തിരിച്ച് KPCC പ്രസിഡന്റ് കസേരയിലേക്ക് വീണ്ടും വന്നു. അത് നിശ്ചയമായിട്ടും അതിന്റെ പിന്നിൽ പിന്നെ വർക്ക് ചെയ്യുന്നത് KC വേണുഗോപാല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പൊതുവെ ഈ കോൺഗ്രസ്സുകാരുടെ ഒരു ധാരണ KC വേണുഗോപാലും VD സതീശനും ഒന്നിച്ചാണ് കേരളത്തിൽ അധികാരത്തിലെത്താൻ വേണ്ടിയിട്ട് നീങ്ങുന്നുള്ളതാണ്. അല്ല, അവർ തമ്മിൽ തെറ്റി എന്നുള്ളതിന്റെ വേറൊരു ഉദാഹരണോടെ പറയാം. അതായത് ഈ KC വേണുഗോപാലിന്റെ ഇത് ഞാൻ ആദ്യം പറഞ്ഞത് പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. KC വേണുഗോപാലിന്റെ പിന്നെ നിർബന്ധത്തിന് വഴങ്ങിയാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ 2 ദിവസത്തെ, അതിൽ ഒരു ദിവസം അവരുടെ രാഷ്ട്രീയകാര്യ സമിതിയായിരുന്നു. ആ യോഗത്തിൽ വെച്ച് KPCC പ്രതിപക്ഷാത VD സതീശൻ പൊട്ടിത്തെറിച്ചൊരു 1-2 മാധ്യമങ്ങൾ അത് പലതവണ ബ്രേക്കിംഗ് ആയിട്ട് കൊടുത്തു. എന്താണെന്ന് അദ്ദേഹം പറഞ്ഞത്, KPCCക്കുള്ളിൽ നടക്കുന്ന, KPCC ഓഫീസിനുള്ളിൽ നടക്കുന്ന അത് എന്താണെന്ന് പുറത്തു പറയാൻ പറ്റത്തില്ല. അത് അവിടെ നടക്കുന്ന ഒരു കാരണവശാലും പുറത്തു പറയാൻ പറ്റത്തില്ല. തനിക്ക് അങ്ങോട്ട് പ്രവേശിക്കാൻ പോലും സാധിക്കുന്നില്ല എന്ന് ഒരു തരത്തിൽ പോലും ഒരു കോൺഗ്രസിന് നേതാവ് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ദുരൂഹമായ രീതിയിലുള്ള ഒരു കമന്റ് അദ്ദേഹം അവിടെ പറഞ്ഞതായിട്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അത് അദ്ദേഹം നിഷേധിച്ചിട്ടില്ല. കോൺഗ്രസിന്റെ 1-2 വക്താക്കളാണ് നിഷേധിച്ചത്. അതിലേക്ക് ഇതുവരെ നിഷേധിച്ചിട്ടില്ല. അതിൽ നമ്മൾ എന്താ അർത്ഥമാക്കിയത്? കെ സുധാകരന്റെ തിരിച്ചൊരു ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. നേരത്തെ അജിത് ഷാ പറഞ്ഞതുപോലെ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന് ശേഷം മൈക്കിന് വേണ്ടിയിട്ടുള്ള കടിപിടി, ആലപ്പുഴയിലൂടെ സംയുക്ത യാത്രയിൽ ഇദ്ദേഹം വരാൻ വൈകിയപ്പോൾ കെ സുധാകരൻ അദ്ദേഹത്തെ കുറിച്ച് ഓൺ-എയറിൽ, അതായത് മാധ്യമങ്ങൾ ഓൺ-എയറിൽ അദ്ദേഹം പറഞ്ഞ ആ വാക്ക്, ഇതെല്ലാം കൂടെ നമ്മൾ നോക്കുമ്പോൾ കെ സുധാകരൻ എന്ന് പറയുന്ന ഒരു ബാലികാരാമലയായിട്ട് VD സതീശന് മുമ്പിൽ വന്നിട്ടുണ്ട്. KC വേണുഗോപാലിനെ സംബന്ധിച്ചോളം കേരളത്തിലെ കോൺഗ്രസിനെ കൈപ്പിടിയിൽ ഒതുക്കി VD സതീശൻ അടുത്ത തവണ മുഖ്യമന്ത്രിയാകാനുള്ള ശ്രമം നടത്തുന്നു എന്നുള്ള, തനിക്കൊരു ഭീഷണിയാണെന്നുള്ളൊരു മനോഭാവം KC വേണുഗോപാലും ഇത് വന്നിട്ടുണ്ട്. കാരണം KC വേണുഗോപാൽ ആലപ്പുഴ മത്സരിക്കുമ്പോൾ നമുക്കറിയാം അദ്ദേഹം കേരളത്തിലേക്ക് കണ്ണു നേടുന്നു. അത് തന്നെ അദ്ദേഹത്തിന്റെ AICC ജനറൽ സെക്രട്ടറി താൻ ഇനി അധികം നാൾ നീളിയല്ലാന്നുള്ളൊരു സച്ചിൻ പൈലറ്റിനെ നിയമിക്കാനായിട്ടുള്ള റൂമറുകൾ നമ്മൾ കേൾക്കുന്നതും അതിന് ഏതാണ്ട് ഒരു അടിത്തറയിടുന്ന വസ്തുതകൾ വരുമ്പോൾ KC വേണുഗോപാലിന് ഒരു ഭീഷണിയായിട്ട് VD സതീശൻ നിൽക്കുന്നു. അപ്പൊ അതിലും നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? അപ്പൊ സ്വാഭാവികമായിട്ടും VD സതീശൻ ഈ പാർട്ടി ഒറ്റപ്പെട്ടിരിക്കുക. അതിന് പ്രമുഖ കാരണം എന്തുകൊണ്ടാണ്? കഴിഞ്ഞ ദിവസം അദ്ദേഹം പിന്നെ തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസിന്റെ ഭാരവാഹികളുടെ മീറ്റിംഗിൽ അദ്ദേഹം പങ്കെടുക്കേണ്ടത് അദ്ദേഹം പങ്കെടുത്തില്ല. അത് കൂടാതെ തന്നെ അദ്ദേഹം ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുന്നു. KPCC നിയന്ത്രണം KPCC പ്രസിഡന്റ് നോക്കുകുത്തിയായിക്കൊണ്ട് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം KPCCയുടെ പിന്നെ കുറെ ഭാരവാഹികളെ വെച്ചുകൊണ്ട് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടായി. അതിന്റെ ഓഡിയോ ഒക്കെ പുറത്തു വന്നു. അപ്പോൾ KPCC പിടിച്ചെടുക്കാനായിട്ട് ഏകാധിപതിയെ പോലെ തനിക്ക് ഭീഷണി ഉണ്ടെന്ന് മനസ്സിലാക്കിയ സുധീരന്റെ നീക്കത്തിനെതിരെ പലകുള മധുവിനെ പോലെയുള്ളവരും വളരെ പരിണതപ്രത്തിനായിട്ടുള്ള KPCC ജനറൽ സെക്രട്ടറിയാ പോലെയുള്ള പലരും ഈ AICCക്ക് പരാതി കൊടുക്കുന്നു. ആ പരാതി AICC ഗൗരവമായെടുക്കുന്നു. KPCC ശ്രീകുമാർ, ഇത്തരത്തിലാണോ കാര്യങ്ങളെ കാണുന്നത്? രാഷ്ട്രീയ നിരീക്ഷക മറുപക്ഷത്തുള്ളവർ ഈ രീതിയിലാണ് കാര്യങ്ങളെ വിവക്ഷിക്കുന്നത്. ശ്രീകുമാർ, അല്ല, ശ്രീ റെജി ലൂക്കോസ് അദ്ദേഹം നല്ല തിരക്കഥ എഴുതിക്കൊണ്ടിരിക്കുക. കാരണം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമല്ലോ, കോൺഗ്രസിനെ കുറിച്ച് എന്ത് വേണേൽ പറയാമല്ലോ. കാരണം റെജി ലൂക്കോസാണ് തിരക്കഥ ഉണ്ടാക്കുന്നത്. അതായത് അതുകൊണ്ട് അദ്ദേഹത്തിന് എന്തും പറയാം. അതിനിപ്പോൾ ഞാൻ ഉത്തരം പറയാൻ പറ്റില്ല. അതായത് അദ്ദേഹം റെജി ലൂക്കോസ് ആലോചിക്കേണ്ട കാര്യം CPM-ലെ കൂടി ഇങ്ങനെ തിരക്കഥകൾ പാതിയെങ്കിലും ഉണ്ടാക്കിയിടുന്നതല്ല. കാരണം ചർച്ചയ്ക്കൊരു ബാലൻസ് വേണമല്ലോ എന്നൊക്കെ എപ്പോഴും. ഇപ്പോൾ VD സതീശനെ സുധാകരനെ ഡൽഹിക്ക് പറഞ്ഞയച്ചു എന്ന് പറഞ്ഞു. സുധാകരൻ ഡൽഹിക്ക് പറഞ്ഞയച്ചത് VD സതീശനല്ല, കണ്ണൂരിലെ ജനങ്ങളാണ്. അവർ തീരുമാനിച്ചു എന്ത്, MV ജയരാജൻ പോകണ്ട, ഇവിടെ തന്നെ നിൽക്ക്, കെ സുധാകരൻ കണ്ണൂർ പോട്ടെ, ഡൽഹിക്ക് പോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ജനങ്ങൾ തീരുമാനിച്ച കാര്യത്തിന് നമ്മൾ എന്ത് ചെയ്യാനാണ് ഒന്നത്. രണ്ടാമത്തെ കാര്യം, കെ സുധാകരൻ ഡൽഹിയിൽ പോയാൽ തന്നെ റെജി ലൂക്കോസ് ഉദ്ദേശിക്കുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ സതീശനെ മുഖ്യമന്ത്രിയാകാനുള്ള വഴിയൊക്കെ ഒരുക്കുകയാണ് എന്നൊക്കെ ആയിരിക്കുമല്ലോ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാവുക. ശ്രീ റെജി ലൂക്കോസ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം MLA ആയില്ലെങ്കിലും മുഖ്യമന്ത്രിയായ ചരിത്രമൊക്കെ ഉണ്ട്.
ആര് വേണേൽ മുഖ്യമന്ത്രിയാവും. അത് ആ സംശയമില്ലാത്ത കാര്യമാണ്. MLA അല്ലെങ്കിലും മുഖ്യമന്ത്രിയാക്കാം. അതിപ്പോൾ പഴയ കാലത്തെ CH സുധീരനെ കൊണ്ടുവന്ന കാര്യം അറിയാമല്ലോ, അത് ഞാൻ വിശദീകരിക്കുന്നില്ല. അത് അദ്ദേഹത്തെ കേരളത്തിൽ രാജ്യസഭാംഗമായിരുന്നു, അദ്ദേഹത്തെ കേരളത്തിൽ കൊണ്ടുവന്ന് കോൺഗ്രസ് മുന്നണി മുഖ്യമന്ത്രിയാക്കിയ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അതുപോലെ തെരഞ്ഞെടുപ്പ് വടക്കാഞ്ചേരി നടന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. തിരിച്ചടി ഉണ്ടാകും. അല്ല അല്ല, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കാരണം അത് മുരളി അല്ല, ഞാൻ പറയാം. ഇല്ല, ചരിത്രം നമുക്ക് മറക്കാൻ പറ്റുമോ? ചരിത്രം നമുക്കൊന്നും തിരുത്താൻ പറ്റില്ല. ചരിത്രം എന്ന് പറയുന്നത് എന്താണ്? ഇപ്പം നമ്മുടെ മുമ്പിലുള്ള ചരിത്രം തന്നെയാണ്. ഇപ്പോൾ കെ മുരളീധരൻ KPCC പ്രസിഡന്റായ പദവിയിലിരിക്കുമ്പോൾ അദ്ദേഹം വളരെ ഭംഗിയായിട്ട് പ്രവർത്തിച്ച അധ്യക്ഷനാണ്. അല്ല ഞാൻ പറയണേ, അല്ല, ആന്റണി തിരൂരങ്ങാടി മത്സരിച്ചതും കഴക്കൂട്ടത്ത് പിരിപ്പങ്കോട് ശ്രീധരൻ നായരെ തോൽപ്പിച്ചതൊക്കെ നമുക്ക് അറിയാമല്ലോ. അപ്പോൾ അത് കഴക്കൂട്ടത്ത് തോൽപ്പിച്ച പിരിപ്പങ്കോട് ശ്രീധരൻ നായരെയാണ് LDF സ്ഥാനാർത്ഥിയായിരുന്നത്, 10,000 വോട്ടുകൾക്ക് താഴെ. അപ്പോൾ ആന്റണി എവിടെ നിന്നാലും ജയിച്ചിട്ടൊക്കെ ചേർത്തലേക്കാണ് വാർത്ത ഒരു സമയത്ത് സംഭവിച്ചിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അല്ല, ഞാൻ പറയുന്നത് അങ്ങനെ മറ്റേ കെ മുരളീധരൻ അല്ല, ക്ഷമിക്കണം, മറ്റേ നമ്മുടെ കെ സുധാകരൻ കണ്ണൂരിൽ നിന്ന് ജയിച്ച അതേ സ്ഥലത്ത് തന്നെ VD സതീശൻ അദ്ദേഹം MLA മത്സരിക്കുന്നു, അധികാരത്തിൽ വരുന്നു, അദ്ദേഹം മുഖ്യമന്ത്രിയാകാനോ പ്രതിപക്ഷമാകാനോ ഒക്കെ യോഗ്യനാണ്. അതുപോലെ എല്ലാവരും യോഗ്യന്മാരാണ്. അത് ഒരാൾ MLA ആയതുകൊണ്ട് മാത്രമേ അയാൾ മുഖ്യമന്ത്രിയാവൂ എന്നൊന്നുമില്ല. ഇപ്പം ശശി തരൂരിൻ്റെ ആ ഒരു അറിയാമല്ലോ, ആ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു യാത്ര വളരെ വിവാദമായ കാലത്ത് എന്താണ് മാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്? എന്താണ്, ശശി തരൂർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹിക്കുന്നു എന്നല്ലേ. പക്ഷേ ശശി തരൂർ ഇപ്പോൾ MP ആയി. അപ്പോൾ MP ആയപ്പോൾ നാളെ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കാൻ പറ്റില്ലെന്നൊന്നും പറയാൻ പറ്റില്ല. കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് കൂടുതൽ ശക്തമായി വരികയാണ്. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. പഴയ ഹൈക്കമാൻഡ് അല്ല. അതായത് കോൺഗ്രസ് പ്രതിപക്ഷത്താണ് ഇപ്പോഴുമെങ്കിലും പ്രതിപക്ഷ നേതാവ് എന്നുള്ള ക്യാബിനറ്റ് പദവി ഒരു എതിർ പാർട്ടിയുടെ നേതാവിനെ പോലെയാണ് സതീശൻ അതിനോട് അസഹിഷ്ണുത കാട്ടിയത്. ബലൂണാണ്, ഊതിപ്പെരുപ്പിച്ച ബലൂണാണെന്നൊക്കെ പരസ്യമായി പറയുന്നു. ഇത്ര നാൾ ഇവിടെ നിന്ന് കോൺഗ്രസ് MP ആയി ജയിച്ച ആൾ, അപ്പോൾ ഈ വലിയ ഇൻ്റർനാഷണൽ പൗരനാണെന്നൊക്കെ കോൺഗ്രസ്സുകാർ തന്നെ അടയാളപ്പെടുത്തിയ ആളിനെ VD സതീശൻ പരസ്യമായി പറഞ്ഞതാണ്. ഇനി എൻ്റെ ഒരു ചോദ്യം ഇതാണ്, ഈ ലീഡേഴ്സ് മീറ്റ്, അതായത് വയനാട്ടിലെ ലീഡേഴ്സ് മീറ്റിൽ നടന്ന തീരുമാനങ്ങൾ DCCയിലേക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട നിർണായകമായ യോഗത്തിൽ നിന്നാണ് സതീശൻ വിട്ടുനിന്നത്. അതിന് സതീശൻ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഇനി ഹൈക്കമാൻഡ് ഇടപെടട്ടെ, ഹൈക്കമാൻഡ് ഇക്കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തട്ടെ എന്നാണ്. അതെന്താണ് അങ്ങനെ പറയുന്നതിൻ്റെ ഗുട്ടൻസ് ശ്രീകുമാർ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, തർക്കമുള്ളതുകൊണ്ടാണല്ലോ നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത്. തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടകൻ VD സതീശനായിരുന്നു. അദ്ദേഹം പോയില്ല. അതിനെന്താണ് കാരണം എന്ന് അദ്ദേഹം വിശദീകരിക്കാതെ എനിക്ക് പറയാൻ കഴിയില്ല. അദ്ദേഹം പോയില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അവിടെ വേറെ ഉന്നത നേതാക്കൾ പോവുകയും ചെയ്തു. അതിന് സതീശൻ്റെ വിശദീകരണം അദ്ദേഹം നൽകട്ടെ. ഹൈക്കമാൻഡ് പഴയ പോലെ ദുർബലമല്ല എന്ന് ഞാൻ പറയാൻ കാരണം, ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുത്ത കോൺഗ്രസ് ആ മുന്നണിയെ അധികാരത്തിൽ എത്തിച്ചില്ലെങ്കിൽ അറിയാമല്ലോ, ഇന്ന് ഡൽഹിയിലെ നമ്മൾ അറിയുന്ന കാര്യമാണ്, ദുർബലമായ ഒരു മോദി മന്ത്രിസഭയെ വിറപ്പിക്കാൻ കഴിയുന്ന ശക്തി പ്രതിപക്ഷ നിരക്കുണ്ട്. ആ പ്രതിപക്ഷ നിരക്ക് നേതൃത്വം നൽകുന്ന കോൺഗ്രസ് ആണ്. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ് ദുർബലമല്ല. അപ്പോൾ ആ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിനെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഭയത്തോടെ തന്നെ കാണേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ പഴയ ഒരു ഹൈക്കമാൻഡ് അല്ല, അധികാരത്തിലെത്താൻ സാധ്യതയുള്ള ഒരു പാർട്ടിയുടെ ഹൈക്കമാൻഡാണ് ഇന്ന് കോൺഗ്രസിനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഹൈക്കമാൻഡ് ഇടപെടട്ടെ എന്ന് VD സതീശൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ല ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞോട്ടെ, അല്ല ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞോട്ടെ, ഇത് പറഞ്ഞിട്ട് ഞാൻ പറയാം. അതായത് VD സതീശൻ ഒരൊറ്റ മിനിറ്റ് ഞാൻ പറയാം. VD സതീശൻ അങ്ങനെ ഹൈക്കമാൻഡ് ഇടപെടട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇടപെടുന്നത് നല്ലതാണ്. ഒരു കുഴപ്പമില്ല. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഹൈക്കമാൻഡ് നിയന്ത്രണത്തിലാണ് KPCC ഉള്ളത്. തീർച്ചയായും അങ്ങനെയാണോ? ശ്രീ റജി ലൂക്കോസ് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് ജേക്കബ് ജോർജ് സാറിലേക്ക് ഒന്ന് പോകുന്നതിന് മുമ്പ് ശ്രീ റജി ലൂക്കോസ്. അത് തീർച്ചയായിട്ടും പറയാനുണ്ട്. അതായത് സാറ് പറഞ്ഞതിന് ആഡ് ചെയ്ത് ഞാൻ ഒരു കാര്യം പറയാം. അതായത് സാറ് ഭീഷണം പത്രത്തെക്കാളും നിങ്ങൾ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന പത്രം മലയാള മനോരമയുടെ ഉൾപേജിലെ ലീഡിംഗ് ഒരു വാർത്ത ഇന്നുണ്ട്, ചുരം ഇറങ്ങിയതിനു ശേഷം എന്ന് പറഞ്ഞുകൊണ്ട്. അതിനകത്ത് സാറിന് വായിച്ചു നോക്കിയാൽ സാറിന് ന്യായങ്ങളെല്ലാം തകർന്നു പോകും. തന്നെയല്ല,
തനിക്ക് പിന്നെ ഭീഷണി ഉണ്ടെന്നും താൻ KPCC പിടിച്ചടക്കി മുഖ്യമന്ത്രിയാകണമെന്നുള്ള വ്യാമോഹത്തിന് തിരിച്ചടി ഏറ്റുന്നുള്ളതുകൊണ്ടാണല്ലോ ഇന്ന് BD സതീശൻ പത്രക്കാരുടെ ഒരു കാര്യം പറഞ്ഞു, തന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തിരുത്താൻ തയ്യാറാണ് എന്ന്. എന്തിനാ അദ്ദേഹം പറഞ്ഞേ? അദ്ദേഹത്തിന് മനസ്സിലായി കോൺഗ്രസിൽ കൂട്ടയടിയാണെന്നുള്ളത്. തന്റെ വേറെത്തരങ്ങളൊന്നും താരതമ്യേന ജൂനിയർ ആയിട്ടുള്ള BD സതീശൻ ഈ കാണിക്കുന്ന നാടകങ്ങളൊന്നും ഇനി KPCC ചെലവാക്കിയാലെന്നുള്ള ഭീഷണി കൊണ്ടാണ് അതിൽ ഭയന്നിട്ടില്ലേ അദ്ദേഹം ഇന്ന് മാപ്പ് പറയുന്ന പോലെ തന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തിരുത്താന്ന് പറഞ്ഞത്. അപ്പൊ തന്നെ അതിനകത്ത് വളരെ വ്യക്തമായില്ല, നിങ്ങളുടെ പാർട്ടിക്കകത്ത് ഒരു കലാപം തന്നെ വന്നിരിക്കുന്നു. ഈ പറയുന്ന 2019 കുറഞ്ഞ സീറ്റിൽ നിങ്ങൾ ജയിച്ചപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന അമിതമായ ആഹ്ലാദം അത് തകർന്നിരിക്കുന്നു. നിങ്ങളുടെ പാർട്ടിയിൽ അധികാരം ഭ്രാന്ത് മൂത്ത രണ്ട് ചേരൊന്ന് തീർച്ചയായും അദ്ദേഹം അടുത്ത റൗണ്ടിൽ അതിന് മറുപടി പറയും ശ്രീകുമാർ സാറ്. ശ്രീ ജേക്കബ് ജോർജ്, ഒരു കാര്യം കൂടി, അതായത് ഇപ്പോഴത്തെ പുതിയ വിഷയങ്ങൾ വ്യക്തിയാധിഷ്ഠിതമാണ്, അല്ലെങ്കിൽ അത് സ്ഥാനവുമായി ബന്ധപ്പെട്ട പൊസിഷൻ ഉറപ്പിക്കലാണെന്നൊക്കെ താങ്കൾ നിരീക്ഷിച്ചു, അതിനകത്ത് വസ്തുതയുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഈ പുതിയ വിവാദങ്ങൾക്ക് പിന്നിൽ പ്രകടമാകുന്ന മറ്റ് ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് ഇപ്പോൾ KPCC പ്രസിഡൻ്റായിട്ട് നേരത്തെ ശ്രീകുമാർ സാർ തന്നെ അത് സൂചിപ്പിച്ചു. കാരണം ശശി തരൂർ അത്തരത്തിലൊരു ഒരു 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 എന്താണ് ഭീഷണിയുമായി വരുന്നു, പക്ഷേ MP ആകുന്നു, അതോടുകൂടി മാറുന്നു. അങ്ങനെയാണെങ്കിൽ സുധാകരനും MP ആണ്, ആ അർത്ഥത്തിൽ മാറണം എന്ന സൂചന അതിനകത്തുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാനൊന്ന് മൊഴിമാറ്റി ചോദിച്ചതാണ്. അത് മാത്രമല്ല, ഇപ്പോൾ KPCCയുമായി ബന്ധപ്പെട്ട് ഈ MM ഹസൻ തന്നെ, ആ ഒരു താൽക്കാലിക സംവിധാനത്തിൽ വന്ന MM ഹസൻ തന്നെ അങ്ങ് തുടരുന്നതായിരുന്നോ സതീശന് കൂടുതൽ ഇഷ്ടം? സുധാകരൻ തിരിച്ചു വന്നതാണോ ഈ അലോസരങ്ങൾക്ക് മറ്റൊരു കാരണമായി വരുന്നത്? ശ്രീ ജേക്കബ് ജോർജ്. അല്ല, നമുക്ക് വീണ്ടും കോൺഗ്രസിൻ്റെ ചരിത്രത്തിലേക്കൊന്ന് പോയാലേ, കരുണാകരൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ആന്റണി പക്ഷം, പ്രത്യേകിച്ച് AK ആന്റണി, ഉമ്മൻചാണ്ടി കൂട്ടുകെട്ട് ഒരിക്കൽ പോലും അദ്ദേഹത്തിൻ്റെ ഒരു സ്വസ്ഥത കൊടുത്തിട്ടില്ല. സത്യമല്ലേ? കരുണാകരൻ മുഖ്യമന്ത്രിയും 1987 കാലഘട്ടത്തിൽ BM സുധീരന് അന്ന് സ്പീക്കറായി, സ്പീക്കറായിരുന്ന വക്കം പുരുഷോത്തമൻ ഡൽഹി ലോക്സഭയിലേക്ക് പോയപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ സുധീരൻ സ്പീക്കറായി ഇരുന്നു കൊണ്ട് കരുണാകരൻ എന്ന മുഖ്യമന്ത്രിയെ ഉപദ്രവിച്ചത് ഒരുപക്ഷെ ചരിത്രത്തിൽ തന്നെ ഒരു വലിയ സംഭവമായിട്ട് ഇന്നും നിലനിൽക്കുന്നുണ്ട്. എല്ലാ തരത്തിലും മുഖ്യമന്ത്രിയെ, അത് അദ്ദേഹം നിയമസഭാ കക്ഷി നേതാവാണ് എന്ന് മാത്രമല്ല സഭാനാഥൻ കൂടിയാണ് മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രിയെ സ്പീക്കർ, സഭയുടെ അധ്യക്ഷനായ സ്പീക്കർ അങ്ങേയറ്റം ഉപദ്രവിച്ചു, ദ്രോഹിച്ചു. അതേസമയം ആന്റണി മുഖ്യമന്ത്രിയായപ്പോൾ KPCC അധ്യക്ഷനായ കരുണാകരൻ്റെ മകൻ മുരളീധരൻ എല്ലാവിധ പിന്തുണയും സഹകരണവും കൊടുത്തു. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായപ്പോൾ KPCC അധ്യക്ഷനായ രമേശ് ചെന്നിത്തല എല്ലാ സഹകരണവും കൊടുത്തു. അങ്ങനെ ചില വ്യതിയാനങ്ങൾ, കോൺഗ്രസിൻ്റെ ചരിത്രത്തിലെ ചില വ്യതിയാനങ്ങൾ ചൂണ്ടിക്കാണിക്കുകയായിരുന്നു ഞാൻ. ഇവിടെ ഇപ്പോൾ ഈ രണ്ട് നേതാക്കന്മാർ തമ്മിലുള്ള പ്രധാന വിഷയം എന്ന് പറയുന്നത് ഒരു വശത്ത് സംഘടന, ഒരു വശത്ത് നിയമസഭാ കക്ഷി. ഈ രണ്ട് അതല്ല ശ്രീ ജേക്കബ് സാർ, ഈ വീണ്ടും സുധാകരൻ MP ആയതിനു ശേഷവും KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരിച്ചെത്തിയതിൽ അലോസരമുണ്ടോ VD സതീശന്? തീർച്ചയായിട്ടും അത് ഞാൻ പറഞ്ഞു വരുന്നത്, VD സതീശന് ഒരിക്കലും സതീശനുമായിട്ട് യോജിക്കുന്ന മനസ്ഥിതിയല്ല KPCC അധ്യക്ഷൻ സുധാകരൻ്റേത്. അദ്ദേഹത്തിന് ഒരു എതിർപ്പിൻ്റെ മുഖം തന്നെയാണ്. ഈ നേരത്തെ അജിംഷാദ് ചൂണ്ടിക്കാണിച്ച ഉദാഹരണങ്ങളിലൂടെ വീണ്ടും കടന്നു പോവുകയാണെങ്കിൽ നമുക്കിത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. സതീശനോട് ഒരു വലിയ വ്യക്തി വിരോധം തന്നെ സുധാകരൻ്റെ മനസ്സിലുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലും ചെയ്തികളിലും ഒക്കെ പ്രകടമാണ്. അതിന് പകരമായിട്ട് ഇങ്ങനെ ഒരു KPCC അധ്യക്ഷനെ ഇരുത്തിക്കൊണ്ട് സംഘടന മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമാണ് എന്നുള്ള നിലയിൽ ആണ് VD സതീശൻ പ്രതിപക്ഷ നേതാവായിട്ട് പ്രവർത്തിക്കുന്നത്. ഈ രണ്ട് സംഘർഷങ്ങൾ കേരളത്തിലെ കോൺഗ്രസിൽ ഒരു പതിവ് കാഴ്ചയായിരിക്കുന്നു. അതിനൊരു പരിഹാരം കാണാതെ കോൺഗ്രസിനെ ഇനി ഒരു അതാണ് കാതലായ വിഷയം. കാരണം ഈ തർക്കം, ഈ പാളയത്തിലെ പട ഏതർത്ഥത്തിലാണ്
നീങ്ങുന്നത്, അതിൽ ഉള്ള സൊല്യൂഷൻ എന്താണ്, ഹൈക്കമാൻഡിന് ഈ വിഷയത്തിൽ ഇടപെടാനാകുമോ, നിലവിലത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് എങ്ങനെ, ഇതിലേക്ക് നമുക്കൊന്ന് ചുരുങ്ങിപ്പോകാം. ശ്രീ ശ്രീകുമാറിലേക്കും ജേക്കബ് ജോർജിലേക്കും റജി ലൂക്കോസിലേക്കും തീർച്ചയായും ചർച്ച തുടരുമ്പോൾ ശ്രീ എൻ ശ്രീകുമാർ, ഈ ഹൈക്കമാൻഡിന് മാത്രമേ ഈ പ്രശ്നത്തിൽ നിന്ന് ഒരു പരിഹാരം കാണാനാകുമോ? വി ഡി സതീശൻ പറയുന്നത് അങ്ങനെയാണ്, ഹൈക്കമാൻഡ് ഡയറക്റ്റ് ഇടപെടണം, എന്നാൽ മാത്രമേ ഈ സംഘർഷത്തിൽ നിന്ന് താൻ പിന്മാറുകയുള്ളൂ, തൻ്റെ ഈ കൊതിക്കറിവുകൾ അല്ലെങ്കിൽ തൻ്റെ ഈ എന്താണ് യോഗങ്ങളിലൊക്കെ പങ്കെടുക്കാതെയുള്ള വിരോധം അറിയിക്കുന്നതിൽ നിന്ന് പിൻവാങ്ങൂ എന്ന് വി ഡി സതീശൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നേരത്തെ റജി ലൂക്കോസ് പറഞ്ഞ ഹൈക്കമാൻഡ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും കെ സി വേണുഗോപാലിന് അവിടെയുള്ള സ്വാധീനം നമുക്കറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായി എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ഇനി വി ഡി സതീശൻ നേരിടാൻ പോകുന്നതെന്നാണ് ഇവരൊക്കെ ചർച്ച ചെയ്യുന്നത്. അല്ല, തർക്കം ഉണ്ടെങ്കിലേ ഹൈക്കമാൻഡ് ഇടപെടുകയുള്ളൂ. ഇത് തർക്കമുണ്ട് എന്നുള്ള മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പക്ഷേ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ, ആ തർക്കമുണ്ട് എന്നുള്ളത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. പക്ഷേ ഹൈക്കമാൻഡ് ഇടപെടേണ്ട തർക്കം എന്ന് പറയുന്നത് ഇതൊന്നുമല്ല. ഇതൊന്നും ഹൈക്കമാൻഡ് ഇടപെടേണ്ട കാര്യം തന്നെയില്ല. പിന്നെ ഹൈക്കമാൻഡ് ഇടപെടണം എന്ന് സതീശൻ എന്ന് പറഞ്ഞതായിട്ട് പറ്റി റജി ലൂക്കോസൂടെ പറഞ്ഞു, ഞാൻ കേട്ടില്ല കേട്ടോ, അങ്ങനെ അത് ആ പത്രസമ്മേളനം ഞാൻ കേട്ടില്ല. അപ്പം അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ തെറ്റില്ല. കാരണം വെച്ചാൽ കോൺഗ്രസിന് ഹൈക്കമാൻഡ് ഇടപെടുത്താൻ ആർക്കും അധികാരമുണ്ട്. ഒരു പ്രവർത്തകർ ഹൈക്കമാൻഡിന് കത്തയക്കാം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. അതിനിങ്ങനെ ഇന്ന തലത്തിലൂടെ പോകണമെന്നൊന്നുമില്ല. ഏത് പ്രവർത്തകനും നേരിട്ട് ഹൈക്കമാൻഡിന് കത്തയക്കാം. അതുപോലെ ഇടപെടുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അങ്ങനെ ഇടപെടേണ്ട ഒരു വിഷയം കേരളത്തിലെ കോൺഗ്രസിൽ ഇപ്പോൾ ഇല്ല. കാരണം എന്ന് വെച്ചാൽ ഇത് സുധാകരൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ സതീശനും തമ്മിൽ പ്രശ്നമില്ല. കോൺഗ്രസിൽ തർക്കം ഉണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ തർക്കമില്ലാതെ ഇങ്ങനെയൊന്നും വാർത്തകൾ പുറത്തു വരില്ലല്ലോ. പക്ഷേ മറ്റു പാർട്ടികൾ ഉണ്ടാകുന്ന തർക്കവുമായി നമ്മൾ തന്നെ താരതമ്യം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആ പാർട്ടിയിലെ തർക്കമുള്ളത് കൊണ്ട് ഈ പാർട്ടിയിലും തർക്കമുണ്ടെന്ന് പറയുന്നത് ശരിയാണെന്ന് മറുചോദ്യം ഉന്നയിച്ചാൽ അതൊരു ചോദ്യമായിട്ട് മാത്രമേ നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മുടെ നാട്ടിലെ അധികാര രാഷ്ട്രീയത്തിലെ രാഷ്ട്രീയ നേതാക്കൾക്കിടയിൽ അവർക്ക് തുല്യരിൽ ഒന്നാമനാകാനുള്ള തർക്കത്തിനിടയിൽ അഭിപ്രായ ഭിന്നത വരും. അങ്ങനെ അഭിപ്രായ ഭിന്നത വരുമ്പോൾ അത് പാർട്ടി പ്രവർത്തകർക്കും ജനങ്ങൾക്കും അസംതൃപ്തി ഉണ്ടാക്കാത്ത വിധത്തിൽ കൈകാര്യം ചെയ്ത് വേണം മുന്നോട്ട് പോകാനായിട്ട്. കോൺഗ്രസ് ഗ്രൂപ്പ് കാലം ഏറ്റവും നല്ല കാലം എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അതാണ് ശ്രീ റജി ലൂക്കോസ്, ശ്രീ ശ്രീകുമാർ പറഞ്ഞ ഒരു പോയിന്റ് ഇതാണ്. കാരണം ഈ കോൺഗ്രസിന്റെ പ്രസക്തിയെ കൂടുതൽ വർദ്ധിപ്പിക്കുന്ന രീതിയിൽ ഈ ഗ്രൂപ്പ് രാഷ്ട്രീയത്തെ പോലും ഒരു ഊർജ്ജമാക്കി മാറ്റുമെന്ന്. നിങ്ങളൊക്കെ തർക്കിക്കുന്നത് കൂടുതൽ കോൺഗ്രസിനെ അർത്ഥത്തിൽ ഊർജ്ജമായി മാറ്റും, അല്ലാതെ കോൺഗ്രസിന് ഇതൊരു വിഷയമേ അല്ല എന്ന് മുൻകാലങ്ങളുടെ പ്രായോഗികതയിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് ശ്രീകുമാർ പറയുന്നത്. ആ നിരീക്ഷണം ഇവിടെ സാധ്യമാണോ, ഇവിടെ ആപ്ലിക്കബിൾ ആണോ? അതിനൊറ്റ മറുപടിയുള്ളത്, രണ്ടാം പിണറായി സർക്കാർ എങ്ങനെയാണ് 8 സീറ്റ് അധികം നേടി കേരളത്തിൽ തെരഞ്ഞെടുത്തെന്നുള്ള ഒറ്റ കാര്യം മാത്രം അതിന്റെ മറുപടി പറഞ്ഞാൽ. പക്ഷേ ഇവിടെ നമ്മൾ നിരീക്ഷിക്കേണ്ട വേറൊരു പ്രധാനപ്പെട്ട വസ്തുതയുണ്ട്. ഈ ഇരിക്കുന്ന 2 ബഹുമാനപ്പെട്ട വ്യക്തിത്വങ്ങൾക്ക് അറിയാവുന്നതാണ് എങ്ങനെയാണ് വി ഡി സതീശൻ കേരളത്തിലെ പ്രതിപക്ഷ നേതാവായത്. 22 കോൺഗ്രസ് എംഎൽഎമാരിൽ 20 പേർക്ക് രമേശ് ചെന്നിത്തല തുടരാനായിട്ടായിരുന്നു ആഗ്രഹം. അതുകൊണ്ടാണ് രമേശ് ചെന്നിത്തല അവസാന നിമിഷം വരെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതി വിടാതെ കണ്ട് അദ്ദേഹം പിടിച്ചു നിന്നത്. പക്ഷെ അദ്ദേഹത്തിന് ഈ ഒരിക്കലും പ്രതീക്ഷിക്കാണ്ട് വി ഡി സതീശൻ ഇവിടെ വന്നത് എങ്ങനെയാ, കെ സി വേണുഗോപാലിന്റെ ഒറ്റയാളിന്റെ നിർദ്ദേശപ്രകാരം സ്വാധീനം കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ഡൽഹിയിൽ നിന്ന് കെട്ടിയിറക്കിയത്. 2 എംഎൽഎമാരെ അദ്ദേഹത്തിന് പിന്തുണച്ചുള്ളൂ. അന്ന് മുതൽ വി ഡി സതീശൻ ചെയ്തെന്താ, ചെയ്തെന്ന് വെച്ചാൽ കേരളത്തിന്റെ പൊതുസമൂഹത്തിനോട് അതൃപ്തി ഉണ്ടാക്കുന്ന രീതിയിൽ കേരളത്തിലെ സകല വികസന പദ്ധതികളെ എതിർക്കുക. ഇപ്പൊ തീരദേശ ഹൈവേ എതിർക്കണമെന്ന് പാടില്ല എന്ന് പറഞ്ഞ് കത്ത് കൊടുത്തിരിക്കുക. നമ്മുടെ തുരങ്കം വയനാട് തുരങ്കം പറ്റത്തില്ലെന്ന് പറഞ്ഞു, കേരളയിൽ പറ്റത്തില്ലെന്ന് പറഞ്ഞു, KF1 പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഇത് കോൺഗ്രസിലെ പല നേതാക്കൾക്ക് അതൃപ്തിയുണ്ട്. കാരണം ജനങ്ങളുടെ വിപ്രവൃത്തി അസംതൃപ്തി ഇദ്ദേഹം നേടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളൊന്ന് മനസ്സിലാക്കിയേ, ഇങ്ങനെ പോയാല് 2019 ശേഷം നടന്ന തെരഞ്ഞെടുപ്പിന്റെ ആവർത്തനമായിരിക്കും 2026 എന്നുള്ളവരും മനസ്സിലാക്കാൻ. അതുപോലെ തന്നെ 2025 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ള ചരിത്രത്തെ തീർച്ചയായും ശ്രീ ജേക്കബ് ജോർജ്, അതാണ് അതിനകത്തെ കാര്യങ്ങൾ. അതായത് ഇവിടെ നേരത്തെ നമുക്കറിയാം ഈ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ചെന്നിത്തല ഇറങ്ങിപ്പോയത്. കാരണം അദ്ദേഹത്തോട് തൊട്ട് തലേന്ന് വരെയും അദ്ദേഹം തന്നെയാണ് എന്ന് അവരോടെല്ലാം ചോദിക്കുമ്പോൾ അവരൊക്കെ പറഞ്ഞു താങ്കൾ തന്നെ തുടരട്ടെ എന്ന് പറഞ്ഞു. അതിനുശേഷമാണ് ഈ മാറ്റങ്ങൾ ഹൈക്കമാൻഡിൽ നിന്ന് വരുന്നത്. ശരിയാണ്, അതിൻ്റെ കെ സി വേണുഗോപാലിൻ്റെ റോളൊക്കെ അന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കണ്ണീർ വീഴ്ത്തിയാണ് ചെന്നിത്തലയെ ഇറക്കി വിട്ടത്. ആ ഒരു വിരോധം ചെന്നിത്തലയ്ക്ക് സ്വാഭാവികമായും വ്യക്തി എന്ന നിലയിൽ കാണും, അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ കാണും. ഈ അവസരം അദ്ദേഹം ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം പാർട്ടിക്കുള്ളിലെ കാര്യങ്ങൾ പുറത്തു പറയാൻ പാടില്ല,
അത് ശരിയല്ല എന്ന അർത്ഥത്തിൽ സതീശന് താക്കീതുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇപ്പോൾ സതീശൻ വിരുദ്ധതയ്ക്ക് മാനം വർദ്ധിക്കുകയാണ്. കെ സുധാകരൻ, കെ മുരളീധരൻ, രമേശ് ചെന്നിത്തല, മറ്റ് പല വിധത്തിലുമുള്ള എലമെൻസുകളൊക്കെ ഒന്നിച്ച് സതീശനെതിരെ നിൽക്കുകയാണ്. സതീശന് ഇതിനെ അതിജീവിക്കാനാകുമോ? കാരണം ഈ വാർത്ത ചോർത്ത് നൽകിയത് ഏറ്റവും ഒടുവിൽ അദ്ദേഹം കുറ്റം സമ്മതിക്കുന്ന പോലെയാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം. ശ്രീ ജേക്കബ് ജോർജ്, താങ്കൾ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തും എന്ന അർത്ഥത്തിലുള്ള ശ്രീ ജേക്കബ് ജോർജ്. അല്ല, അത് കോൺഗ്രസിൻ്റെ അകത്ത് ഇതുപോലെയുള്ള സമാനമായ സന്ദർഭങ്ങൾ മുമ്പും ഉണ്ടായിട്ടുണ്ട്, സംശയമൊന്നുമില്ല. പക്ഷേ ബി ഡി സതീശനെതിരെ ഒരു ശത്രുക്കളെല്ലാം കൂടി ചുറ്റി വളയുന്നു എന്ന അഭിപ്രായം എനിക്കില്ല. അന്ന് പ്രസിഡൻ്റായിട്ട് പ്രതിപക്ഷ നേതാവായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് കെ സി വേണുഗോപാലിൻ്റെ പിന്തുണയോടുകൂടിയായിരുന്നു. കെ സി വേണുഗോപാൽ ഇപ്പോഴത്തെ സ്ഥിതിക്ക് അന്നത്തെ സ്ഥിതിക്കും ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ കെ സി വേണുഗോപാൽ തന്നെ ആയിരുന്ന ഒരു ഘട്ടമാണ്. ഇപ്പോഴും അത് തന്നെയാണ് ഏറെക്കുറെ സ്ഥിതി. അവിടെ പ്രതിപക്ഷ നേതാവൊക്കെ ഉണ്ടെങ്കിൽ പോലും കോൺഗ്രസിൻ്റെ നേതൃത്വത്തെ ചലിപ്പിക്കുന്നതും നിയന്ത്രിക്കുന്നതും നയിക്കുന്നതും ഒക്കെ ഇപ്പോൾ കെ സി വേണുഗോപാൽ ആയിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഭാവിയിൽ ഈ സ്ഥാനം കൈവച്ചു ഒരു അഡ്വോക്കായിട്ട് മാത്രം. പക്ഷെ ഞാൻ വരുമ്പോൾ ഇത് ഒഴിഞ്ഞു തരണം എന്നൊക്കെയുള്ള ഒരു നിർദ്ദേശത്തോടെയോ അല്ലെങ്കിൽ ഒരു ഉറപ്പ് മേടിച്ചുകൊണ്ടോ അല്ലേ എന്നൊരു ചിന്തയ്ക്കും സ്കോപ്പുണ്ട്. സാർ അങ്ങനെ പറയണമെങ്കിൽ അതിനകത്ത് വ്യക്തമായ സൂചനയുണ്ടാകും. വി ഡി സതീശൻ അന്ന് പ്രതിപക്ഷ നേതാവായത് കെ സി വേണുഗോപാലിൻ്റെ പിന്തുണയോടെയാണ് എന്ന് റജി ലൂക്കോസ് പറയുമ്പോൾ ഞാനതിനെ എതിർക്കുന്നില്ല, ഞാൻ അതിനോട് യോജിക്കുന്നു. പക്ഷേ അങ്ങനെ വെറുതെ ഒരു പിന്തുണ കൊടുക്കുമ്പോൾ കെ സി വേണുഗോപാൽ അതിൻ്റെ പിന്നിൽ ഒരു ചരട് കാണും തീർച്ചയായിട്ടും. ആ ചരട് പക്ഷേ ആയുസ് കൊടുക്കാൻ ബ്രഹ്മാവിനാകും, പക്ഷെ എടുക്കാനാകില്ല. ആ തലത്തിലേക്ക് മാറി ഈ കാര്യങ്ങൾ എടുക്കാൻ. പക്ഷേ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതൊക്കെ അങ്ങ് മാറുമല്ലോ. അതെ അതെ അതെ, സമനിരപ്പാവുമല്ലോ. അപ്പോൾ ഒരു നിരാശയുണ്ടെന്ന് തോന്നുന്നു ശ്രീകുമാർ സാറിന്. താടിക്ക് കൈ കൊടുത്തു. തെരഞ്ഞെടുപ്പ് വേണ്ടി വരും. ചർച്ച വൈൻഡപ്പ് ചെയ്യാണ് ഞാനത്. അതോ ശ്രീകുമാർ, ഞാൻ വീട്ടിലാണ് ഇരിക്കുന്നുള്ളത് കൊണ്ട് ശ്രീകുമാറിന്റെ മുഖം കാണാൻ പറ്റുന്നില്ല. ശ്രീകുമാർ, ശ്രീ ജേക്കബ് ജോർജ് പറയുന്നതൊക്കെ അതെ, ഞാൻ പറഞ്ഞില്ലേ, ശ്രീ ജേക്കബ് ജോർജ് പറയുന്ന കാര്യങ്ങളൊക്കെ രാഷ്ട്രീയത്തിൽ സംഭവിക്കാവുന്നതാണ്. അത് നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. പക്ഷേ തീർച്ചയായും അതിലെല്ലാം ഉണ്ട് ആ പ്രതികരണത്തിലെല്ലാം ഉണ്ട്. എന്തായിരുന്നാലും ഈവനിംഗ് ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാവുകയാണ്. കോൺഗ്രസിലെ ആഭ്യന്തര തർക്കം ഏത് അർത്ഥത്തിലാണ് പോകുന്നതെന്ന് വരും മണിക്കൂറുകളിൽ നമുക്കറിയാം. ഈവനിംഗ് ഡിബേറ്റ്സ് ഇവിടെ പൂർണ്ണമാകുന്നു.